الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. ബഹുമാനമുള്ള ആദരണീയരായിരിക്കലെ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ആലമീനെ അവൻ്റെ ഓരോ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി പരിപാലിച്ച് ജീവിക്കണമെന്നും ഈമാനും തഖ്വയുമുള്ളവരായി ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണമെന്നും അല്ലാഹുവോട് ദുആയിരക്കണമെന്നും എല്ലാവരെയും സ്വന്തത്തെ മറക്കാതെ ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ
ഈ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് ഐതിഹാസികമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായ ഒരു മാസമായിരിക്കും. ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹത്തായ പരിശുദ്ധമായ യുദ്ധം, ബദർ യുദ്ധമുണ്ടായത് ഈ മാസത്തിലാണ്, പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ പത്തിലായിരുന്നു. ഇന്ന് സൂര്യനസ്തമിച്ചാൽ നാം റമദാൻ 17ലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ 17 സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. റമദാൻ 17-ായിരുന്നു ഹിജ്റ 2-ാം വർഷം. റമദാൻ 17-നായിരുന്നു ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം ഉണ്ടായത്. തിങ്കളാഴ്ച ദിവസം, ചില റിപ്പോർട്ടിൽ വെള്ളിയാഴ്ച എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും പകലിന്റെ പകുതിയോളം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം. രണ്ട് ഭാഗത്തു നിന്നും മരണപ്പെട്ടതാകട്ടെ, വധിക്കപ്പെട്ടതാകട്ടെ, കൊല്ലപ്പെട്ടതാകട്ടെ 100-ൽ താഴെ പേര് മാത്രം. അതാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത യുദ്ധം. ഇന്നൊക്കെ നാം പല യുദ്ധങ്ങളും കേൾക്കുന്നു, കാണുന്നു. എത്ര ദിവസങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബദർ യുദ്ധം എന്ന് പറയുന്നത് പകലിന്റെ പകുതിയോളം മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അത് രക്തസാക്ഷികളായവർ ബദരീങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായി? പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. സമാധാനത്തിന്റെ സന്ദേശമാണ് ലോകത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. സമാധാനത്തോടെ ഇവിടെ ജീവിച്ച് സമാധാനത്തോടെയുള്ള മതപ്രബോധനമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, സമാധാന പ്രിയരായിട്ടുള്ള ഏത് മതസ്ഥരാണെങ്കിലും അവരോട് നിങ്ങൾ സഹവർത്തിത്വത്തോടെ, സമാധാനത്തോടെ, നന്മയോടെ നിങ്ങൾ വർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധം ഉണ്ടാകണമെന്ന് ഒരിക്കലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നില്ല. അല്ലേ, നിങ്ങൾ നോക്ക്, മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണല്ലോ ബദർ യുദ്ധം ഉണ്ടാകുന്നത്. മദീനയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കഴിച്ചു കൂട്ടുകയാണ്. ആ 13 വർഷക്കാലയളവിൽ എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിലോ, ഒരു പിണക്കത്തിലോ, ഒരു കലഹത്തിലോ ഏർപ്പെട്ടതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. 3 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്തും റിസാലത്തും കിട്ടി. 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായ നിലക്ക് അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തു. രഹസ്യമായ നിലക്ക്. പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നുണ്ട് പരസ്യമാക്കണമെന്ന്. അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപ്രബോധനം പരസ്യപ്പെടുത്തുന്നു. അതാ പരസ്യപ്പെടുത്തലോട് കൂടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, അമീനാണ്, സ്വാദിഖാണ് എന്നെല്ലാം വിളിച്ചിരുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്തപ്പോ അവർക്ക് ശത്രുക്കളായി മാറി, അനഭിമതനായി മാറി. പിന്നീട് കാണുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരുമെല്ലാം തന്നെ പ്രവാചകനെയും പ്രവാചകനിൽ വിശ്വസിച്ചവരെയും കഠിനമായ നിലക്ക് മർദ്ദിക്കുകയാണ്.
അസഹ്യമായി മർദ്ദനം അസഹ്യമായി സഹിക്കാൻ കഴിയുന്നില്ല. അസഹ്യമായ മർദ്ദനം അനുഭവിക്കേണ്ടി വന്നപ്പോ, അത് താങ്ങാനാവാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മദീനയിലേക്ക് പലായനം ചെയ്യാൻ, ഹിജ്റ നടത്താനുള്ള അനുവാദം നൽകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. എങ്ങനെയാണ് പലായനം ചെയ്യുന്നത്? എല്ലാം മക്കയിൽ ഉപേക്ഷിക്കും. അവരുടെ വീട്, അവരുടെ സ്വത്ത് എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു. ഇത് ഇവർക്ക് നല്ലൊരു അവസരമായി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, മക്ക മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക്. അവരെന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ നബിയും സഹാബത്തുമെല്ലാം വിട്ടേച്ചു പോയ ആ സ്വത്തുക്കളെ അവർ കൊള്ളയടിച്ചു, ദറോഡ് ചെയ്തു. എന്നിട്ട് അവർ വ്യാപാരം ചെയ്തു, ധാരാളം പണമുണ്ടാക്കി, വലിയ സമ്പന്നരായി. എന്നിട്ട് ആ പണം, മുസ്ലിമീങ്ങളുടെ വീടും സ്വത്തുമെല്ലാം കവർച്ച ചെയ്തുണ്ടാക്കിയ പണം, അതിനെ മുസ്ലിമീങ്ങൾക്കെതിരായി, ഇസ്ലാമിനെതിരായി തിരിച്ചുവിടാനുള്ള കോപ്പുകൂട്ടലാണ് പിന്നീടുണ്ടായത്. അതിന് വേണ്ടി അവർ ഒരുങ്ങി. ഇസ്ലാമിനെ ഇവരുടെ പണം ഉപയോഗിച്ച് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കണം, മുസ്ലിമീങ്ങളെ നശിപ്പിക്കണം. അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത്. അങ്ങനെ അബൂജഹലും കൂട്ടരും മദീനക്കടുത്തുള്ള ബദർ മൈതാനിൽ അവർ തമ്പടിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ഏറ്റുമുട്ടലല്ലാതെ വേറെ നിർവാഹം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ സംക്ഷിപ്തമായി നാം അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും 313ഓളം പേര് മാത്രം. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വേണ്ടത്ര ആൾബലമില്ല, എല്ലാ അർത്ഥത്തിലും നിസ്സഹായരാണ്, നിരാലംബരാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ആയുധങ്ങളില്ല. അവരുടെ കയ്യിലുള്ള ആയുധം സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല മനോഹരമായ നിലക്ക്, ശ്രദ്ധേയമായ നിലക്ക് അല്ലാഹു തആല പരാമർശിക്കുന്നത് സൂറത്തുൽ അൻഫാലിലാണ്. അവിടെ കാണാം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ സഹായത്തിലുള്ള പ്രതീക്ഷ ഒന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ സഹായത്തിലുള്ള പ്രതീക്ഷ, ആ തവക്കുൽ മാത്രമാണ് അവരുടെ കയ്യിൽ ആയുധമായി ഉണ്ടായിരുന്നത്, വേറെ ഒന്നുമില്ല. അപ്പുറത്താകട്ടെ, ശത്രുക്കളുടെ ഭാഗത്താകട്ടെ, ഇവരുടെ 3 ഇരട്ടി അധികമാണ്. തിന്നും കുടിച്ചും മതിച്ചും തുള്ളിച്ചാടിയും ആഹ്ലാദിച്ചും ആർമാദിച്ചുമാണ് അവരുടെ കഴിഞ്ഞുകൂടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 17 രാത്രി, ഇന്നത്തെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുകയാണ്. ഹബീബായ റസൂൽ പാതിരാത്രി എഴുന്നേറ്റ് 2 കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ ബദർ യുദ്ധമെല്ലാവരും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ആ ബദർ യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് വിജയമുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമുക്കിവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒന്ന് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് റുക്കൂ ചെയ്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരവസ്ഥ ഒരിക്കലും സംജാതമാകുമായിരുന്നില്ല. അതിനൊക്കെ വഴിവെച്ചത് ബദറാണ്, ബദറുള്ള വിജയമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രാർത്ഥിച്ചത് അന്നത്തെ രാത്രി, യാ അല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ ഈ കൊച്ചു സംഘത്തെ, ഈ ചെറു സംഘത്തെ നീ വിജയിപ്പിച്ചില്ല എങ്കിൽ, ഇതെങ്കാലും തോറ്റ് തുന്നപ്പാടി പരാജയപ്പെട്ടു പോയാൽ പിന്നെ നിന്നെ ലോകത്തെ ആരാധിക്കാൻ ആരും ഉണ്ടാവുകയില്ല. റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇൻതഹലിക ഹാദിഹിൽ ഉസ്റബ ഫലൻ തുഅബദ അഹദുൻ ഫിൽ അർദി യാ അല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. അല്ലാഹു വാഗ്ദാനം ചെയ്ത അപ്പോൾ തന്നെ, ആ സ്പോട്ടിൽ തന്നെ മലാക്കന്മാരെ അല്ലാഹു തആല ഇറക്കി ബദരീങ്ങളെ അല്ലാഹു തആല സഹായിച്ചു. ആയുധത്തിൽ
ബദറിൽ ലഭിക്കുന്ന ഒരുപാട് പാഠങ്ങളിൽ ഏറ്റവും വലിയ പാഠം എന്തിനായിരുന്നു ബദർ യുദ്ധം ഉണ്ടായിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വ്യവസ്ഥാപിതമായ സംസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു സഹാബത്തുൽ കിറാം രണാങ്കണത്തിൽ ഇറങ്ങിയത്, ബദർ പോർക്കളത്തിൽ ഇറങ്ങിയത്. അവരുടെ ജീവൻ ബലി കൊടുത്തതും അതിന് വേണ്ടി മാത്രമായിരുന്നു, തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി മാത്രമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി ബദരീങ്ങളെ സഹായിച്ചു. അത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം. രാജ്യം പിടിച്ചടക്കലല്ല അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. മറ്റുള്ളവരുടെ സമ്പത്ത് കവർച്ച ചെയ്യലായിരുന്നില്ല അതിന്റെ ഉദ്ദേശം. അവരുടെ ഒരേ ഒരു ആഗ്രഹമായ യുദ്ധത്തിന്റെ പിന്നിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമുഖത്തുണ്ടാകണം. കാഫിറായ മനുഷ്യന് അവന്റെ കുഫറിന്റെ ആശയം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, ഇല്ലേ? ആരും തടയുന്നില്ല. ഒരു കാഫിറായ മനുഷ്യനും നിഷേധിയായ മനുഷ്യനും നിഷേധിയായി ഇവിടെ ജീവിക്കാം. ഒരു മുശ്രിക്കായ മനുഷ്യന് അവന്റെ ശിർക്കിന്റെ വിശ്വാസവുമായി ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാസ്തികനായി ജീവിക്കണോ, നിരീശ്വരവാദിയായി, അവനും അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോ അത് ഇരട്ടത്താപ്പല്ലേ? അല്ലേ? അത് അന്യായമല്ലേ? അത് അനീതിയല്ലേ? അതിന് വേണ്ടിയായിരുന്നു ബദർ യുദ്ധം ഉണ്ടായത്. കാഫിറിന് കാഫിറായ നിലക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മുശ്രിക്കിന് മുശ്രിക്കായ നിലക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നാസ്തികന് അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മക്ക ഖുറൈശികൾ, മക്ക മുശ്രിക്കുകൾ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പല്ലേ? അത് അന്യായമല്ലേ? അനീതിയല്ലേ? ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അതേ ബദർ യുദ്ധമുണ്ടായത്. ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു, പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അസത്യത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു ബദർ യുദ്ധം, അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു ബദർ യുദ്ധം, അന്യായത്തിനും അനീതിക്കുമെതിരെയുള്ള പോരാട്ടമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ടാണ് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായിരിക്കുന്ന ബദരീങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും ഉയർന്ന മഖാം, ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകിയതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കൈഫ തഅദുന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായിരിക്കുന്ന ബദരീങ്ങളെ പറ്റി നിങ്ങൾ എന്താ കണക്ക് കൂട്ടുന്നത്? അവരുടെ മഖാം, അവരുടെ ശറഫ്, അവരുടെ ശ്രേഷ്ഠത, അവരുടെ ഫദീലത്ത് എന്താണ്? ജിബ്രീൽ ചോദിക്കുന്നത് റസൂലുള്ളാഹിയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകിയത് മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്, അവരെക്കാളും ശ്രേഷ്ഠർ വേറെ ആരുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളും മലക്കുകളും അങ്ങനെയാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ബദരീങ്ങളാകുന്ന മലക്കുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. ബദരീങ്ങളായ മലക്കുകൾ എന്ന് പറയുമ്പോൾ ബദറിൽ ഇറങ്ങി മുസ്ലിമീങ്ങളെ സഹായിച്ച മലക്കുകൾ, അവർക്കാണ് വാരലോകത്ത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബദർ യുദ്ധം എന്നതിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാരിസത്ത് ബിൻ സുറാഖ എന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. ഹാരിസത്ത് ബിൻ സുറാഖ ഒരു 16-17 വയസ്സ് മാത്രം പ്രായം. അദ്ദേഹം ഈ ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് കാണാൻ പോയതാണ്. ചെറുപ്പക്കാരനാണ്. ബദർ യുദ്ധം എന്താണെന്ന് കാണാൻ പോയതായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളത്തിന്റെ വെള്ളം അവിടെ ഇങ്ങനെ അതിന്റെ ടാങ്ക് അദ്ദേഹം കാണുന്നു. വെള്ളം കുടിക്കാൻ അയാൾ പോയതാണ്. ഈ ചെറുപ്പക്കാരൻ 16-17 വയസ്സ്. കുട്ടികളാകുമ്പോൾ അവർ കാണാൻ വെള്ളം കാണും, പിന്നെ അവർ വെള്ളം കുടിക്കും. ഇതൊക്കെ അറിയാം. തറാവീഹ് സമയത്ത് വെള്ളം എത്ര കിട്ടിയാലും കുടിക്കും. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോ
എവിടെ നിന്നോ ഒരു അബദ്ധത്തിൽ വന്ന ഒരു അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തറക്കുന്നു. എവിടുന്നോ വന്ന ഒരു അമ്പാണ്. പഴയകാലത്ത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധമായിരുന്നു അമ്പ്. വെല്ലുബാണ എന്നൊക്കെ പറയുന്നല്ലോ, അത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തറച്ചു. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മാതാവിന് വിവരം ലഭിച്ചു. നോക്കണം, അദ്ദേഹം ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായി നോക്കാൻ വേണ്ടി പോയതായി. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞു. വിജയശ്രീലാളിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലേക്ക് എത്തിയപ്പോ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു ഹാരിസ തന്റെ മകൻ മരിച്ചു പോയതിൽ വല്ലാത്ത ബേജാറിലാണ്. ഉമ്മ വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹി ഇന ഇബ്നി ഹാരിസ, എന്റെ മകൻ ഹാരിസ എവിടെയാണ് നബിയേ? വഇൻ കാന ഫിൽ ജന്ന ഫഅഫറഹു ബിഹി അം ഫിൻ നാർ ഫഅബ്കി ലഹു. അവൻ സ്വർഗ്ഗത്തിലാണെങ്കിൽ എനിക്കതിൽ ഞാൻ സന്തോഷിച്ചു കൊള്ളാം. ഇനി അതല്ല അവൻ നരകത്തിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞ് 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 ആ സങ്കടം ഞാൻ തീർക്കും. ഒന്ന് പറയണം, എവിടെയാണ് എന്റെ മകൻ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഉമ്മ ഹാരിസ, നിങ്ങൾ എന്താ വിചാരിച്ചത്? സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്വർഗ്ഗമൊന്നുമല്ല. ഇന്നഹാ ജിനാൻ وإن ابنك أصاب الفردوس الأعلى. സ്വർഗ്ഗം അത് ഒരുപാട് സ്വർഗ്ഗങ്ങളാണ്, ഒന്ന് രണ്ട് സ്വർഗ്ഗമല്ല. നിങ്ങളുടെ മകൻ സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസിൽ അഅ്ലാ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നിങ്ങളുടെ മകൻ എത്തിക്കഴിഞ്ഞു. സഹാബത്ത് പറയുകയാണ്, ഈ ചെറുപ്പക്കാരൻ യുദ്ധം ചെയ്തിട്ടില്ല. ഒന്ന് ആ ബദർ യുദ്ധം നടന്ന ആ മൈതാനിയിലേക്ക്, രണാങ്കണത്തിലേക്ക് ഒന്നിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് ബൈ മിസ്റ്റേക്കിൽ ഏതോ ഒരു അമ്പ് വന്ന് വീണ് അദ്ദേഹം വഫാത്തായതാണ്. എന്നിട്ട് ഇത്ര വലിയ സ്ഥാനമാണ് ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് ലഭിക്കുന്നതെങ്കിൽ, ബദർ യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങി ജീവൻ പണയം വെച്ച സഹാബത്തുൽ കിറാം, അല്ലെങ്കിൽ ശത്രുക്കളോട് പൊരുതി പോരാടിയ സഹാബത്തുൽ കിറാം ബദരീങ്ങൾ, അവരുടെ സ്ഥാനം എന്തായിരിക്കും? എത്ര വലിയ സ്ഥാനമായിരിക്കും അവർക്കുണ്ടാവുക. അതുകൊണ്ടല്ലേ അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത്, ഖദ് ഖഫർതു ലക്കും, എല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു, എല്ലാം പുറത്തു വേണ്ടതുപോലെ ചെയ്യും. അത് അവരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ബദരീങ്ങളോട്. മനസ്സിലായില്ലേ? ബദരീങ്ങളോടുള്ള സ്നേഹം. ഒരു രാജ്യദ്രോഹ കുറ്റം ഒരു സഹാബി ചെയ്തു, രാജ്യദ്രോഹ കുറ്റം. രാജ്യദ്രോഹ കുറ്റത്തിന് കൊല്ലലാണ്, വധിക്കലാണ് ശിക്ഷ. ഇത് ഇന്നും അങ്ങനെയാണ്. നമ്മുടെയൊക്കെ രാഷ്ട്ര ചുറ്റുഭാഗത്തുള്ള രാഷ്ട്രത്തിന്റെ അവസ്ഥ. രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ അത് കൊള്ളില്ല. റസൂലുള്ളാഹിന്റെ ഒരു രഹസ്യം ചോർത്തി കൊടുത്തു, മക്കൾക്ക് ചോർത്തി കൊടുത്തു. പക്ഷെ അയാൾ അങ്ങനെ വിചാരിച്ചിരുന്നില്ല അത്ര വലിയ ഗൗരവമുള്ളതായി തീരും. അയാൾ ഇങ്ങനെ ഒരു ചെറിയ നിസ്സാരമായി കണ്ട് ചോർത്തി കൊടുത്തുപോയി. പ്രവാചകന് മുമ്പിലേക്ക് ആളെ കൊണ്ടുവന്നു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സഹാബിയുടെ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ നടത്തി. റസൂല് കുറ്റം സമ്മതിച്ചു. അയാൾ ഇല്ല എന്ന് പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറാൻ നോക്കിയില്ല. അല്ല, അങ്ങനല്ല, ഇങ്ങനെ ചെയ്തു പോയി നബിയെ. പക്ഷേ അതിന് അദ്ദേഹം പല ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്ക് അനുവാദം തരണം, അയാളെ തലയെടുക്കണം. വലിയ പാതകമാണ് അയാൾ ചെയ്തത്. അതിന്റെ പിടികൂടി ഒരു ഗുഡായിരുന്നു, റെഡായിട്ട് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ അനുവാദം തരും നബി എന്ന് പറഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞു അറിയോ, ഇന്നഹു ഖദ് ഷഹിദ ബദറ മാ തദ്രി യാ ഉമർ. എന്തറിയാം ഉമറേ താങ്കൾക്ക്? അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്. ബദറിൽ പങ്കെടുത്തവരെ പറ്റി അല്ലാഹ് പറഞ്ഞ കാര്യമാണ്.
നിങ്ങൾ വേണ്ടത് ചെയ്യൂ, ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് അല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇനി പ്രതികാര നടപടിയെടുക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇതാണ് പ്രിയമുള്ളവരെ ബദരീത്ത് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവർ അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പൊരുതിയവരായി. അതുകൊണ്ടാണ് ആ മഹത്തായ പദവിയിലേക്ക് എത്തിയത്. ആ ബദരീങ്ങളോട് വെട്ടിത്തെളിയിച്ച പാത, ആ മാർഗമാണ് പ്രിയമുള്ളവരെ നാം സ്വീകരിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും واستغفر عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബദരീങ്ങൾ ആരാണ്? അവരുടെ ശ്രേഷ്ഠത എന്താണ്? അവരുടെ പോരിഷ എന്താണ്? ആ ബദർ യുദ്ധത്തിൽ നമുക്ക് കിട്ടേണ്ട പാഠം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാം മനസ്സിലാക്കി വരുന്നത്. എന്താണ് ബദറിൽ നമുക്ക് കിട്ടേണ്ട പാഠം? തൗഹീദിന്റെ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ, ഏകത്വത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, വ്യവസ്ഥാപിതമായ സംസ്ഥാപനം, അത് സ്ഥാപിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയായിരുന്നു അവർ യുദ്ധം ചെയ്തത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ ആരോടാണോ യുദ്ധം ചെയ്തിട്ടുള്ളത്, ആ ശത്രുക്കളുടെ വിശ്വാസമാണ് ഇന്ന് മുസ്ലിമീങ്ങളിലെ വലിയ ഒരു വിഭാഗത്തിൽ നാം കാണുന്നത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇന്ന് 17ാമത്തെ രാത്രി പല പള്ളികളിലും കാണാം ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞു. ബദരീങ്ങളുടെ പേരുള്ള ആഴ്ച. ചിന്തിച്ചു നോക്കി, അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലേ, പക്വത, വിവേകം തന്നിട്ടുണ്ട്. എന്തൊരു പോയത്തമാണിത്! ബദരീങ്ങളുടെ ആണ്ട്, ബദരീങ്ങളുടെ നേർച്ച എന്ന് പറയുമ്പോൾ ബദരീങ്ങൾ എന്ന് വെച്ചാൽ ആരാണ് ബദരീങ്ങൾ? ബദരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളാണ്. ബദരീങ്ങളിൽ ഏറ്റവും നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബദരീങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങൾ, അലി റളിയല്ലാഹു അൻഹു ബദരീങ്ങളാണ്. ബദരീങ്ങൾ ആണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചതിന്റെ പേരിൽ ആണ്ടല്ലേ കഴിക്കൽ ഇവരൊക്കെ. ഇവരെല്ലാം ഒരു ദിവസമാണ്, ഒരേ ദിവസമാണ് മരിച്ചത്. ചിന്തിച്ചു നോക്കി. പിന്നെ എങ്ങനെയാണ് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുക, നേർച്ച കഴിക്കുക? എന്തൊരു പോയത്തമാണ്! ഇവർ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആണ്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ വേറെ വേറെ ദിവസത്തിലല്ലേ മരിച്ചത്. പിന്നെ എങ്ങനെയാണ് ആണ്ട് കഴിക്കുക? എങ്ങനെയാണ് അവരുടെ പേരിലുള്ള ഈ ആണ്ട് നേർച്ച കഴിക്കുക? എന്തൊരു വിവരക്കേടാണ്! എന്തൊരു പോയത്തമാണിത്! ഓരോരുത്തരും വേറെ വേറെ ഓരോ ദിവസങ്ങളിലാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി ഒരു ദിവസം മരിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെയും 2.5 കൊല്ലം കൊണ്ട് കഴിഞ്ഞ് മരിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒരുപാട് കൊല്ലം കഴിഞ്ഞ് മരിച്ചു. അങ്ങനെ ബദരീങ്ങളൊക്കെ മരിക്കുന്നത് വേറെ വേറെ ദിവസങ്ങളിലാണ്. പിന്നെ എങ്ങനെയാണ് റമദാൻ 17 അവർ ആണ്ടാക്കുന്നത്? 313 പേരില്ലേ? എന്തൊരു പോയത്തമാണ്! പിന്നെ എങ്ങനെ അവരുടെ ആണ്ട് നേർച്ച കഴിക്കും? ഇനിയിപ്പോ ചിലപ്പോ ഇങ്ങനെ മറുപടി പറയും, അത് ഞങ്ങൾ ആണ്ട് കഴിക്കുന്നത് ശുഹദാക്കളാണ്, 14 ശുഹദാക്കൾ മരിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പേരിലാണ് ആണ്ട് കഴിക്കുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട് ശുഹദാക്കളെ പറ്റി ഇവരുടെ വിശ്വാസം എന്താണ്? ശുഹദാക്കളെ മരിച്ചവരാണെന്ന് പറയരുതെന്നല്ലേ ഇവർ പറയുന്നത്. ഇവർ മരിച്ചിട്ടില്ല. എന്ത് വേണമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ശുഹദാക്കളോട് ചോദിച്ചോളൂ.
എല്ലാത്തിനും ഒരു പരിഹാരം നൽകും. കാരണം അവർ മരിച്ചിട്ടില്ല, മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഖുർആൻ ആയത്തിന്റെ സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആലി ഇംറാനിലും ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാത, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മരിച്ചവർ മുർദ എന്ന് വിചാരിക്കരുത്, അവർ സിന്ദയാണ്. നിങ്ങൾ അങ്ങനെ പറയരുത് എന്നൊക്കെ, അതിനൊക്കെ വിവക്ഷ വേറെയുണ്ട്. ആ പറഞ്ഞ ആയത്തിന്റെ വിവക്ഷ എന്താണ് എന്ന് ആയത്ത് ആർക്കാണോ അവതരിച്ചത് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മരിച്ചവരാണെന്ന് പറഞ്ഞാൽ അവർ മരിച്ചിട്ടില്ല എന്നോ അങ്ങനെ മരിച്ചവരാണെന്ന് പറയാൻ പാടില്ല എന്നോ ഒന്നുമല്ല. അതിന്റെ ഉദ്ദേശം അവർ ബർസഖിയായ ലോകത്ത് അവരുടെ ആത്മീയമായ ലോകത്ത് അവർ ഹയാത്തിലാണ്. അവരുടെ റൂഹ്, അവരുടെ ആത്മാവിനെ അല്ലാഹു തആല പച്ചപ്പക്ഷികളുടെ ഉള്ളിലാക്കിയിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിഹരിക്കാൻ വിടും. അങ്ങനെ സ്വർഗത്തിൽ ഈ ശുഹദാക്കളുടെ ആത്മാക്കൾ കളിച്ചുകൊണ്ടിരിക്കും. അത് ഹയാത്തിലാണ് എന്നൊക്കെ റസൂൽ നമുക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇവരങ്ങനല്ല, ഇവർ മനസ്സിലാക്കുന്നത് അത് ഹയാത്തിലാണ്. പിന്നെ ഹയാത്തിലാകുമ്പോൾ പിന്നെ അവർക്ക് എന്താണ് നേർച്ചയാണ് മരിച്ചവരുടെ പേരിൽ. അപ്പൊ അതാണ് പ്രിയമുള്ളവർ, ശിർക്ക് ബിദ്അത്ത് എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്നവരൊക്കെ പോയത്തത്തിലാണ്. ഇന്നത്തെ രാത്രി പല പള്ളികളിലും കാണാം, പല പള്ളികളും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പള്ളികളിൽ നേർക്കുനേരെ ബദരീങ്ങളെ വിളിക്കുകയാണ്, ശുഹദാക്കളെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് രണ്ട് വരികൾ നിങ്ങൾ കേട്ടു നോക്കൂ. ഇന്നത്തെ രാത്രികളിൽ അവർ ഓതുന്ന അവരുടെ മൗലൂദ് കിതാബുകളിലൊക്കെ അവർ പറയുന്നത് എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ സമുദായം കാൽകുത്തി വീഴുന്നത്. നിങ്ങൾ നോക്കൂ. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹം മിന്നകിദാ കുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരിശ് ശുഹദാ. എന്താണ് പറയുന്നത്? യമൻ ബിഹി ഹല്ലറദാ, ഈ ആഫത്തുകളും അതേപോലെ നാശകാരിയാകുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഇറങ്ങി മനക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ, മനക്ലേശം കൊണ്ട് മനപ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ, കുൽ നാദിയം മുസ്തൻജിദാ, വിളിക്കൂ, സഹായം തേടൂ, യാ അഹ്ല ബദരി ശുഹദായ, ബദറിലെ ശുഹദാക്കളെ എന്നെ രക്ഷിക്കണേ. ഇന്നത്തെ രാത്രി പള്ളിയിൽ തീർന്നില്ല. യമൻ ബിഹി മുർറുൽ ബലാ وضاق قلبا واجلا قل مسرعا منهرفلا يا أهل بدر الشهداء. ഏത് കൈപ്പേറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും, ഏത് മാനസികമായ ഞെരുക്കമോ ഇടുക്കമോ മാനസികമായ സംഘർഷമോ ഉണ്ടായാലും നീ പറയേണ്ടത് യാ അഹ്ല ബദരി ശുഹദാ, യേശ് ബദരിങ്ങളെ, ബദറിലെ ശുഹദാക്കളെ അതെല്ലാം നിങ്ങൾ നീക്കി തരൂ. അൻതും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ഇബ്ലീസിൽ ലഈൻ വകുല്ലു ബൽവാ വസ്സിനീൻ യാ അഹ്ല ബദരി ശുഹദാ. നിങ്ങൾ ശുഹദാക്കളെ, ബദറിലെ ശുഹദാക്കളെ, നിങ്ങൾ ഞങ്ങൾക്ക് ഭദ്രമായ കോട്ടയാണ്. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണേ. ഏത് ആഫത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങളല്ലാതെ വേറെ ഞങ്ങൾക്ക് ആരുമില്ല. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങൾ, ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് നിങ്ങളാണ് ശുഹദാക്കളെ തുണയായിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് എത്ര ഘടകവിരുദ്ധമായ കാര്യമാണ് നിങ്ങൾ നോക്കുക. കടലിന്റെയും കരയുടെയും അന്ധകാരങ്ങളിൽ നിന്ന് ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? ഖുർആൻ ചോദിക്കുന്നു. പറയൂ പ്രവാചകരെ അവരോട്, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളയാണ് രക്ഷപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിൽ കൈകെട്ടുന്നതിന് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടും. എല്ലാ നിസ്കാരത്തിലും അങ്ങനെയാണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താൻ, ശൈത്താന്റെ ശർറിൽ നിന്ന് അല്ലാഹു കാവലിനെ തേടും. ഇവിടെ ബദറിലെ ശുഹദാക്കളോടാണ് കാവലിനെ തേടുന്നത്. കാലചക്രം തിരിഞ്ഞു,
ബദരീങ്ങൾ ആരോടാണോ എന്ത് ആശയത്തിന് ആദർശം നിലനിർത്താൻ വേണ്ടിയാണോ അവർ പോരാടിയത്, അവരുടെ ശത്രുക്കളുടെ വിശ്വാസമാണെന്ന് മുസ്ലിമുകളുടെ വലിയ ഒരു വിഭാഗത്തിലുണ്ടാകും. അതാണ് പ്രിയമുള്ളവരെ മുസ്ലിമുകളുടെ അധപതനത്തിലുള്ള കാരണം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ബദരീങ്ങളെ പറ്റി നാം മനസ്സിലാക്കണം. അവര് ഇവിടെ കൊളുത്തിപ്പോയതായ ആ ദീപശിഖ അത് നാം മനസ്സിലാക്കണം. ബദർ എന്തിനായിരുന്നു, അതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം നാം ഉൾക്കൊള്ളണം. അങ്ങനെ ബദരീങ്ങൾ വെട്ടിത്തെളിയിച്ച ആ സുന്ദരമായ പരിശുദ്ധമായ തൗഹീദിന്റെ പാതയിലൂടെ, മാർഗത്തിലൂടെ നാം മുമ്പോട്ട് പോയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാവുകയുള്ളൂ. അല്ല എങ്കിൽ രണ്ട് ലോകത്തും നാം പരാജയത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങൾ വെട്ടിത്തെളിയിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനത്തെ പത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഖദറിന്റെ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തികാഫിന്റെ അവസാനത്തെ പത്താണ്. പ്രിയമുള്ളവരെ, കഴിവിന്റെ പരമാവധി ഇത്തികാഫിക്കാൻ സാധിക്കുന്നവർക്ക് ഇത്തികാഫിനായിട്ട് പള്ളിയിലേക്ക് വരണം. 10 ദിവസം ദിനരാത്രങ്ങൾ രാവിലെയും പകലും ഒക്കെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി അതിന് സാധിക്കാതുണ്ടെങ്കിൽ രാത്രി സമയത്തെങ്കിലും പ്രിയമുള്ളവരെ അവസാനത്തെ പത്തിന് ധന്യമാക്കണം. ധാരാളമായ അല്ലാഹുവിലേക്ക് ഇനി മുതൽ ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട, തൗബ, പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട സമയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാവിധത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾ അല്ലാഹു പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر، والله يعلم ما تصنعون.